മെഡിക്കൽ കോഴ വിവാദത്തിൽ RS വിനോദിന്റെ സ്ഥിരീകരണം. സതീഷ് നായർക്ക് 25 ലക്ഷം വാങ്ങി നൽകിയെന്ന് RS വിനോദ്. പ്രാഥമിക അന്വേഷണം നടത്തുന്ന വിജിലൻസ് സംഘത്തിന് മുന്നിലാണ് RS വിനോദിന്റെ മൊഴി. വിശദാംശങ്ങളുമായി സജേഷ് ചേരുകയാണ്. സജേഷ്, ഏറെ കോളിളക്കം സൃഷ്ടിച്ച മെഡിക്കൽ കോഴ വിവാദത്തിലാണിപ്പോൾ RS വിനോദിന്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിന് മുന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മൊഴിയായി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറയുന്നത്? രജീഷ്, BJP സഹകരണ സെൽ കൺവീനറായിരുന്ന RS വിനോദിന്റെ മൊഴി ഇന്ന് രാവിലെയാണ് വിജിലൻസ് രേഖപ്പെടുത്തിയത്. ഈ മൊഴിയിലാണ് പണമിടപാട് നടന്നുവെന്ന് RS വിനോദ് സ്ഥിരീകരിക്കുന്നത്. 25 ലക്ഷം രൂപ ഡൽഹിയിലെ കൺസൾട്ടന്റായ സതീഷ് നായർക്ക് വാങ്ങി നൽകിയിട്ടുണ്ട്. അത് മെഡിക്കൽ വാർഷിക ഇൻസ്പെക്ഷന് മുന്നോടിയായാണ് ഈ പണം നൽകിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് അനുമതിക്ക് വേണ്ടി പണം നൽകിയെന്നൊരു സ്ഥിരീകരണമാണ് വിനോദിന്റെ മൊഴി വഴി ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ വിജിലൻസ് സെൽ തിരുവനന്തപുരം യൂണിറ്റ് SP K ജയകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് മുമ്പാകെയാണ് ഈ മൊഴി വിനോദിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇക്കാര്യത്തിൽ പണം നൽകിയിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് ഉടമ ഷാജിയും സ്ഥിരീകരിച്ചിരുന്നു. ഈ രണ്ട് മൊഴികളുടെ അടിസ്ഥാനത്തിൽ പണമിടപാടിനെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് വിജിലൻസ് നീങ്ങും. അതേസമയം ഈ കോഴ അന്വേഷിക്കുന്നതിന് വേണ്ടി BJP നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ KP ശ്രീശനും AK നസീറും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടില്ല. ഇരുവരും ഒരാഴ്ചത്തേക്ക് സമയം കൂട്ടിച്ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രജീഷ്, സജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. PU ചിത്രയ്ക്ക് നീതി നിഷേധിക്കാൻ ബോധപൂർവമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് മന്ത്രി SC മൊയ്തീൻ. നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര കായിക മന്ത്രിക്ക് SC മൊയ്തീൻ കത്തയച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാനിപ്പോൾ അത് നിയമവിദഗ്ധരുമായി ആലോചിക്കാൻ തീരുമാനിച്ചു. സ്പോർട്സ് കൗൺസിലും സർക്കാരും ആ കാര്യത്തിൽ അന്വേഷണം നടത്തുക. കോടതി വിധി, ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നതിന് സാങ്കേതികയുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ നടന്ന ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കേണ്ടി വരും. ആ രീതിയിലുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോയി കേരളത്തിലെ കായിക ലോകം അങ്ങനെയാണ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരും സ്പോർട്സ് കൗൺസിലും ആ രീതിയിൽ നിയമപരമായ നടപടികൾ ഉൾപ്പെടെ ചിത്രയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള കായിക ലോകത്ത് ഇങ്ങനെ ഒരു നീതി നിഷേധം ഇനി വരാതിരിക്കാനുള്ള നടപടി എന്നുള്ള നിലപാട് സ്വീകരിക്കും. ഈ അന്വേഷണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമ ലോകത്തിന്റെയും കൈരളിയുടെയും സഹായം ഉണ്ടാകണം. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ PU ചിത്രയെ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് VS സദാനന്ദൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയലിനും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അതിലേക്കും VS ഇമെയിൽ സന്ദേശം അയച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നീക്കം ഉപേക്ഷിക്കണമെന്നും VS ആവശ്യപ്പെട്ടു. ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും കേരളത്തിന്റെ അഭിമാനതാരം തഴയപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അല്പം പോലും വൈകാതെ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും VS ഇമെയിലിൽ ആവശ്യപ്പെട്ടു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ PU ചിത്ര വിഷയത്തിൽ നിലപാട് മാറ്റി അത്ലറ്റിക് ഫെഡറേഷൻ ചിത്രയെ പങ്കെടുപ്പിക്കണമെന്ന് ലോക അത്ലറ്റിക് ഫെഡറേഷന് മെയിൽ അയക്കും. വിശദാംശങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, എപ്പോഴായിരിക്കും മെയിൽ ഇതുമായി ബന്ധപ്പെട്ട് അയക്കുക? ഈ നടപടിയിലേക്ക്, നിലപാടിലേക്ക് എത്താൻ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സമയപരിധിയൊക്കെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടോ? എന്താണ് വ്യക്തമായ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, നിലപാടുകൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? പ്രജീഷ്, വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ലോക അത്ലറ്റിക്സ് മീറ്റിൽ PU ചിത്രയെ പങ്കെടുപ്പിക്കുന്നതിനുള്ള സാധ്യത തേടി ഒടുവിൽ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ചില നിലപാട് മാറ്റങ്ങളിലേക്ക് കടക്കുന്ന പ്രതീക്ഷ ജനിപ്പിക്കുന്ന വാർത്തയാണുള്ളത്. ജനറൽ സെക്രട്ടറി കൂടിയായ CK വിൽസൺ, ഇദ്ദേഹം ചെന്നൈയിലാണുള്ളത്. ഈ ഔദ്യോഗികമായി ഇമെയിൽ മുഖാന്തരം ഈ PU ചിത്രയെ ലോക അത്ലറ്റിക്സ് മീറ്റിൽ പങ്കെടുപ്പിക്കാനുള്ള സാധ്യത തേടി ഇമെയിൽ അയച്ചു എന്ന് തന്നെയാണ് ഈ ഒടുവിലായി ദില്ലിയിലെ മീഡിയ അഡ്വൈസറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി ലോക അത്ലറ്റിക്സ് ഫെഡറേഷനിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നീക്കങ്ങൾ നടത്തുമെന്നും ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. നേരത്തെ രാവിലെയൊക്കെ പ്രകടിപ്പിച്ചിരുന്ന നിലപാട് ഇപ്പോൾ സമയപരിമിതി അവസാനിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവസാന നിമിഷം വീണ്ടും ചിത്രയെ ഉൾക്കൊള്ളിക്കണമെന്ന് നിർദ്ദേശിച്ചാൽ അത് വലിയ തിരിച്ചടികൾക്ക് വഴിവെക്കുമെന്നും അതിനാൽ ചിത്രയെ ലോക അത്ലറ്റിക്സ് മീറ്റിലേക്ക് പങ്കെടുപ്പിക്കാനാകില്ലെന്നാണ് രാവിലെയൊക്കെ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ നിലപാട് പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ ഒടുവിൽ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സംസ്ഥാന സർക്കാർ തന്നെ നേരത്തെയും ഇന്നും വലിയ
പ്രതിഷേധങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഒടുവിൽ ഇപ്പോൾ PU ചിത്രയെ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാനുള്ള സാധ്യത നേടി ജനറൽ സെക്രട്ടറി ഇമെയിൽ മുഖാന്തരം ബന്ധപ്പെട്ടിരിക്കുന്നു. തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ ഇക്കാര്യത്തിൽ ഒരു പോസിറ്റീവായ നിലപാട് പ്രകടിപ്പിച്ചാൽ ഉടൻ ലണ്ടനിലേക്ക് പറക്കാൻ ചിത്രയ്ക്ക് അനുവാദം നൽകുന്ന നീക്കങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഫെഡറേഷൻ ഭാരവാഹികൾ ഇപ്പോൾ ഒടുവിലായി അറിയിച്ചിരിക്കുന്നത്. പ്രജീഷ്, മനു, ആ പ്രതീക്ഷ നമ്മൾ വെക്കുമ്പോൾ കൂടി പ്രായോഗിക സാങ്കേതിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ചൂണ്ടിക്കാട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇനി സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ലോക അത്ലറ്റിക് ഫെഡറേഷന് കാര്യങ്ങൾ ബോധ്യപ്പെടും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഈ ഓഗസ്റ്റ് 4-നാണ് PU ചിത്രയുടെ 1500 മീറ്റർ മത്സരമുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ 5 ദിവസം മാത്രമാണ് ഇനി ചിത്രയ്ക്ക് മുന്നിലുള്ളത്. അതിനാൽ ഉടനടി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ലണ്ടനിലെത്തി പിന്നീട് ആ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ഈ മത്സരത്തിന് ഇറങ്ങാൻ ചിത്രയ്ക്ക് കഴിയുമോ എന്ന സംശയം ശക്തമാണ്. ഹൈക്കോടതിയുടെ വലിയ നിർദ്ദേശമുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലും ഇത് നടപ്പാക്കാൻ ഒരുങ്ങി എന്ന് വരുത്തി തീർക്കാനാണ് ആദ്യം ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ ചില നിലപാട് മാറ്റത്തിലേക്ക് ഫെഡറേഷൻ പോയത് പ്രതീക്ഷാജനകമാണ്. ഇനി തിങ്കളാഴ്ച കോടതി മറ്റേതെങ്കിലും നിർദ്ദേശിച്ചാലും പിന്നീട് ഇതിനെതിരെ മുതിർന്ന കോടതിയെ സമീപിക്കാനൊക്കെയാണ് ഉച്ചയ്ക്ക് ഫെഡറേഷൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ PU ചിത്രയ്ക്ക് യോഗ്യതകൾ ഉണ്ടായിരുന്നുവെന്നും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചിത്രയെ ഉൾപ്പെടുത്താനാകാത്തതാണെന്നും ചൂണ്ടിക്കാട്ടി ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ മുമ്പാകെ അപ്പീൽ നൽകും എന്ന ശുഭകരമായ വാർത്തകളിലേക്കാണ് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്നത്. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തന്നെ ചിത്രയെ ലണ്ടനിലേക്ക് അയക്കാനുള്ള നീക്കങ്ങളിലേക്കും വേണമെങ്കിൽ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ സാധിക്കും. ലോക അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ഇക്കാര്യത്തിലെ നിലപാട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം തുടർ നീക്കങ്ങൾ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഭാഗ്യം തുണച്ചാൽ PU ചിത്രയ്ക്ക് ലണ്ടനിലേക്ക് പോകാനാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരി, മനുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ PU ചിത്രയെ പങ്കെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾ TVയുടെ ക്യാമ്പയിൻ. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന് കേരളത്തിന്റെ 10 ലക്ഷം നിവേദനം നൽകും. പ്രതിഷേധത്തിൽ പങ്കാളിയാകാൻ കൈരളി ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസിന്റെ നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. പൊതുപ്രവർത്തകൻ PT ജോസഫിന്റെ പരാതിയിലാണ് തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ദിലീപിനൊപ്പം മുൻ ജില്ലാ കളക്ടർ MS ജെയും എതിർകക്ഷിയായ പരാതിയിൽ സെപ്റ്റംബർ 13-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് DYSPക്ക് നിർദ്ദേശം നൽകി. ഡി സിനിമാസ് തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി 35 സെന്റ് പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്ന പരാതിയിലാണ് തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഡി സിനിമാസിനോട് ചേർന്ന ചാലക്കുടി പുഴയോരത്തുള്ള തോട് കയ്യേറ്റത്തിനായി ഉദ്യോഗസ്ഥരുടെ സഹായം ലഭ്യമായിരുന്നുവെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും കാട്ടി പൊതുപ്രവർത്തകൻ PD ജോസഫാണ് പരാതി നൽകിയത്. 35 സെന്റ് സ്ഥലം പുറമ്പോക്ക് ഭൂമി ദിലീപ് കയ്യേറിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ജയയാണ് ഇതിന്റെ പ്രധാന ഉത്തരവാദി. അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ദിലീപിന്റെ പേരിലും കേസ് എടുക്കണമെന്നാണ് എന്റെ പ്രധാന ആവശ്യം. ദിലീപിന് പുറമെ മുൻ ജില്ലാ കളക്ടർ MS ജയയുടെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയിൽ അന്വേഷണം നടത്തി സെപ്റ്റംബർ 13-ന് മുമ്പായി പ്രാഥമിക റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. തൃശൂർ വിജിലൻസ് DYSPക്കാണ് അന്വേഷണ ചുമതല. ഭൂമി കയ്യേറ്റത്തിന് പുറമെ അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സ്വത്തുവകകൾ ദിലീപ് തിയേറ്റർ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പരാതിയിൽ PD ജോസഫ് ആവശ്യപ്പെട്ടിരുന്നു. റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിലവിലെ ജില്ലാ കളക്ടർ A കൗശികൻ നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ 27-ന് ഡി സിനിമാസിന്റെ ഭൂമിയിൽ റീസർവേ നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ഇടവേള ബാബുവിനെ പോലീസ് ചോദ്യം ചെയ്തു. ആലുവ പോലീസ് ക്ലബ്ബിലായിരുന്നു ചോദ്യം ചെയ്യൽ. സിനിമയിലും സംഘടനയിലും ദിലീപ് നടത്തുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി അറിയാനാണ് പോലീസ് ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്തത്. നടനും താരസംഘടനയായ അമ്മയുടെ സെക്രട്ടറിയുമായ ഇടവേള ബാബുവിനെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തിയാണ് മൊഴിയെടുത്തത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച മൊഴിയെടുക്കൽ 1.5 മണിക്കൂർ നീണ്ടുനിന്നു. ചലച്ചിത്ര മേഖലയിലെ ദിലീപിന്റെ ഇടപെടലുകളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമാണ് മൊഴിയെടുത്തത്. അമ്മയുടെ പ്രവർത്തനം സംബന്ധിച്ചും ചോദിച്ചറിഞ്ഞു. അമ്മ സംഘടിപ്പിച്ച സ്റ്റേജ് ഷോയ്ക്കിടെ ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിലുണ്ടായ തർക്കത്തെക്കുറിച്ചും വിവരങ്ങൾ ആരാഞ്ഞു. അമ്മയുടെ സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചതായി ഇടവേള ബാബു ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇല്ല, കേസിന് സഹായകമാകുന്ന കാര്യങ്ങൾ എന്നോട് കുറച്ച് ചോദിച്ചു, അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാവുമല്ലോ, കാരണം ഈ കേസിന് വേണ്ട കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ രേഖാപരമായിട്ട് കുറേ കാര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്, അതിനുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദിലീപിന്റെ ബാല്യകാല സുഹൃത്തായിരുന്ന അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ചാലക്കുടിയിലെ ദിലീപിന്റെ തിയേറ്റർ കോംപ്ലക്സ് ഭൂമി കയ്യേറിയതായി ഇയാളാണ് പരാതി നൽകിയിരുന്നത്.
ദിലീപും സന്തോഷ് കുമാറും തമ്മിൽ സൗഹൃദം പിരിഞ്ഞതിന്റെ പശ്ചാത്തലവും പോലീസ് ചോദിച്ചറിഞ്ഞു. എസ് നികേഷ്, കൊച്ചി. താൻ കാവ്യ മാധവന്റെ ഡ്രൈവറായിരുന്നുവെന്ന് പൾസർ സുനിയുടെ മൊഴി. എന്നാൽ പോലീസ് ചോദ്യം ചെയ്യവേ കാവ്യ ഇക്കാര്യം നിഷേധിച്ചിരുന്നു. ഇരുവരുടെയും മൊഴിയിലെ വൈരുദ്ധ്യം സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. 2 മാസക്കാലം താൻ കാവ്യ മാധവന്റെ ഡ്രൈവറായിരുന്നുവെന്നാണ് പൾസർ സുനി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. സുനിയുടെ സുപ്രധാനമായ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കാവ്യ മാധവനെ ചോദ്യം ചെയ്തത്. ദിലീപിന്റെ ആലുവയിലുള്ള തറവാട്ടിൽ വെച്ച് 6 മണിക്കൂറോളം കാവ്യയെ ചോദ്യം ചെയ്തെങ്കിലും സുനിയുടെ മൊഴി കാവ്യ നിഷേധിച്ചു. തന്റെ ഡ്രൈവറായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പൾസർ സുനിയെ തനിക്കറിയില്ലെന്നായിരുന്നു കാവ്യയുടെ മറുപടി. കാവ്യയുടെ ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ താൻ പോയിരുന്നുവെന്ന പൾസർ സുനിയുടെ മൊഴിയും കാവ്യ നിഷേധിച്ചിരുന്നു. കാവ്യയുടെ ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നുവെന്ന പൾസർ സുനിയുടെ മൊഴിയിലെ യാഥാർത്ഥ്യം കണ്ടെത്താനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. കാവ്യയുമായി അടുപ്പമുള്ളവരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദിലീപും കാവ്യമാധവനും അവസാനമായി ഒന്നിച്ചഭിനയിച്ച സിനിമയുടെ സെറ്റിൽ സുനി എത്തിയിരുന്നുവെന്ന സൂചനകൾ അന്വേഷണ സംഘത്തിന് നേരത്തെ ലഭിച്ചിരുന്നു. കാവ്യയുടെ പല മൊഴികളിലും അവ്യക്തതയുണ്ടെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സുനിയുടെ മൊഴി സത്യമെന്ന് തെളിഞ്ഞാൽ കാവ്യയെ വീണ്ടും ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിർണായക നീക്കങ്ങൾക്കാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹണി ബി 2 സിനിമയുടെ സംവിധായകൻ ജീൻ പോളിനും നടൻ ശ്രീനാഥ് ഭാസിക്കുമെതിരായ പ്രമുഖ നടിയുടെ പരാതിയിൽ സിനിമയുടെ സെൻസർ ചെയ്യാത്ത കോപ്പി പോലീസ് പരിശോധിക്കും. ചിത്രത്തിൽ തനിക്ക് പകരം ബോഡി ഡബിൾ ഉപയോഗിച്ചു എന്ന നടിയുടെ പരാതിയിലാണ് പോലീസ് സെൻസർ ചെയ്യാത്ത കോപ്പി പരിശോധിക്കുക. എറണാകുളം പനങ്ങാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹണി ബി 2 എന്ന ചിത്രത്തിന്റെ സെൻസർ ചെയ്യാത്ത കോപ്പി പരിശോധിക്കുക. അനുവാദം കൂടാതെ തന്റെ ഭാഗം മറ്റൊരു സ്ത്രീയെ ഉപയോഗിച്ച് ചിത്രീകരിച്ചു എന്ന പരാതിയിലാണ് പോലീസ് നടപടി. ചിത്രത്തിന്റെ സെൻസർ ചെയ്യാത്ത കോപ്പി വിശദമായി പോലീസ് പരിശോധിക്കും. കേസിൽ ജീൻ പോൾ, നടൻ ശ്രീനാഥ് ഭാസി, സാങ്കേതിക പ്രവർത്തകരായ അനൂപ്, അനിരുദ്ധ് എന്നിവരാണ് പ്രതികൾ. അഭിനയിച്ചതിന് പ്രതിഫലം ചോദിച്ചപ്പോൾ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും നടി പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ നടിയിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. 3 മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുക്കലിൽ പെൺകുട്ടി പരാതി ആവർത്തിച്ചു. കഴിഞ്ഞ നവംബർ 16-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ മാനേജർ സുനിൽ രാജ് എന്ന അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുൻപിൽ ഇന്ന് ഹാജരായേക്കില്ല. നോട്ടീസ് ലഭിക്കാത്തതിനാലാണ് ഹാജരാക്കാത്തതെന്ന് അപ്പുണ്ണിയുടെ അഭിഭാഷകൻ അറിയിച്ചു. ചോദ്യം ചെയ്യലിന് വിധേയനാകണമെന്ന് കാണിച്ചുള്ള നോട്ടീസ് ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകേണ്ടെന്ന് അപ്പുണ്ണിക്ക് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. CRPC 160 പ്രകാരമുള്ള നോട്ടീസ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് അപ്പുണ്ണിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം അപ്പുണ്ണി ഒളിവിലായതിനാലാണ് നോട്ടീസ് നൽകാത്തതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ തള്ളിയിരുന്നു. അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ ഹൈക്കോടതി അപ്പുണ്ണിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറ്റം ചെയ്തില്ലെങ്കിൽ അന്വേഷണ സംഘത്തെ ഭയപ്പെടുന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഈ മാസം 10-ന് ദിലീപ് അറസ്റ്റിലായതിന് തൊട്ടുപിന്നാലെയാണ് അപ്പുണ്ണി ഒളിവിൽ പോയത്. അപ്പുണ്ണിയുടെ മൊബൈൽ ഫോണുകൾ ഓഫാണ്. അപ്പുണ്ണിക്കായി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻ DGP സെൻകുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി സ്പീക്കർ. വിരമിച്ച ശേഷം ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തു പറയുന്നത് അന്തസ്സില്ലായ്മയെന്നും സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ചോറിവിടെയും കൂറ് അവിടെയുമെന്നുമുള്ള നിലപാട് ശരിയല്ലെന്നും സ്പീക്കർ കോഴിക്കോട് പറഞ്ഞു. കോഴിക്കോട് നടന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ മുൻ DGP സെൻകുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. മതനിരപേക്ഷത ഇല്ലാതാക്കുന്ന തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ പ്രയോഗങ്ങൾ നടത്തുന്നത് നിർഭാഗ്യകരമാണെന്ന് സ്പീക്കർ പറഞ്ഞു. വിരമിച്ച ശേഷം ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തു പറയുന്നത് അന്തസ്സില്ലായ്മയാണ്. ചോറിവിടെയും കൂർ അവിടെയും എന്ന ശകുനിയുടെ നിലപാട് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. നമ്മൾ ഏത് ഔദ്യോഗിക ജോലി നിർവഹിക്കുമ്പോഴും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾക്ക് രഹസ്യ സ്വഭാവം ഉണ്ടാവും. ഔദ്യോഗിക രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കാനുള്ള മാന്യതയും അന്തസ്സും ഇല്ലായ്മയും കാണിക്കുന്നത് ആരുടെ ഭാഗത്തു നിന്നായാലും അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. മുടി നീട്ടിയവരോട് അത് വെട്ടാൻ പറയുന്ന മോറൽ പോലീസിംഗ് കേരള പോലീസിൽ വേണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ഒരു ആളുടെ മുടി, ഒരു ആളെ ഇത്ര മുടി വെച്ചിട്ട് ഒരു 3-4 മാല പിന്നെ കുറെ എങ്ങനെ ഇട്ട് പോകാൻ ശ്രമിച്ച ഒരു പോലീസ് പിടിച്ചു. എടാ നീ എന്തിനാണ് മുടി ഇങ്ങനെ പിടിച്ച് പെട്ടെന്ന് സെലൂണിൽ കട്ട് ചെയ്യാൻ പറഞ്ഞു. അത് നമുക്ക് ചെയ്യാൻ പാടില്ല. രാഹുൽ ആർ നായർ, DK പൃഥ്വിരാജ്, CR ബിജു തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ ചെയർമാനായ മമ്മൂട്ടിയെയും മാനേജിംഗ് ഡയറക്ടറായി ജോൺ ബ്രിട്ടാസിനെയും വീണ്ടും തെരഞ്ഞെടുത്തു. സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നോട്ടു പോകുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. മലയാളം കമ്മ്യൂണിക്കേഷൻ ചെയർമാനായി മമ്മൂട്ടിയെയും മാനേജിംഗ് ഡയറക്ടറായി ജോൺ ബ്രിട്ടാസിനെയും വീണ്ടും തെരഞ്ഞെടുത്തു. കൈരളി ടവറിൽ നടന്ന ഓഹരി ഉടമകളുടെ 17ാമത് വാർഷിക പൊതുയോഗമാണ് ഇരുവരെയും തെരഞ്ഞെടുത്തത്. കാലാവധി അവസാനിച്ച ഡയറക്ടർമാരായ എ വിജയരാഘവൻ, എ കെ മൂസ എന്നിവരെ വീണ്ടും ആ സ്ഥാനങ്ങളിലേക്ക് പൊതുയോഗം തെരഞ്ഞെടുത്തിട്ടുണ്ട്. സി കെ കരുണാകരൻ, എം എം മോനായി, വി കെ മുഹമ്മദ് അഷറഫ്, ടി ആർ അജയൻ എന്നിവരാണ് മറ്റു ഡയറക്ടർമാർ. പൊതുയോഗം ഐകകണ്ഠനെയാണ് പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തത്. നാളിതുവരെ സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തി പ്രവർത്തിച്ച കൈരളി ഇനിയും ഈ നിലപാടുമായി മുൻപോട്ടു പോകുമെന്ന് യോഗത്തിൽ ചെയർമാൻ മമ്മൂട്ടി ഉറപ്പ് നൽകി. നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് വരുത്താവുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുത്താവുന്ന സത്യങ്ങളെല്ലാം നമ്മൾ ബോധ്യപ്പെടുത്തി തന്നെയാണ് പോകുന്നത്. കൈരളിയുടെ സ്ഥാനം ഇപ്പോഴും മറ്റൊരു ചാനലല്ല, വേറിട്ടൊരു ചാനൽ തന്നെയാണ്, വേറിട്ടൊരു പ്രസ്ഥാനം തന്നെയാണ്. അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങോട്ടുള്ള കാലങ്ങളിൽ അതുണ്ടാവും എന്ന് ഉറപ്പു തരുന്നു. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുള്ള പ്രവർത്തനത്തിൽ നിന്നും കൈരളി പിന്നോട്ടു പോകില്ലെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ന് കേരളത്തിൻ്റെ മതനിരപേക്ഷ പുരോഗമന രാഷ്ട്രീയത്തിന് നേർ ഉയരുന്ന വെല്ലുവിളിയെ പ്രതിരോധിക്കേണ്ടത് ഒരുപക്ഷെ കൈരളി പോലുള്ള മാധ്യമങ്ങളാണ്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ സാന്നിധ്യമില്ലായ്മയാണ് ഒരുപക്ഷെ ഫാഷിസ്റ്റ് ശക്തികൾക്ക് വളർന്ന് പന്തലിക്കാനുള്ള അവസരം സൃഷ്ടിച്ചത്. കേരളം പതിറ്റാണ്ടുകളായി ആർജിച്ച നന്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു പ്രതിബദ്ധതയും അല്ലെങ്കിൽ ആത്മവീര്യവും നിങ്ങൾ ഭാഗവാക്കായ കൈരളിക്കുണ്ട് എന്ന് ഒരു ഉറപ്പ് ഞാൻ ഈ ജനറൽ ബോഡി യോഗത്തിന് നൽകുകയാണ്. കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 5 പ്രമേയങ്ങളും പൊതുയോഗം ഐകകണ്ഠേന പാസാക്കി. അന്തരിച്ച സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എ സിദ്ധാർത്ഥ മേനോനെ അനുസ്മരിച്ചായിരുന്നു പൊതുയോഗം ആരംഭിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ഓഹരി ഉടമകൾ പൊതുയോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വർഗീയവത്കരണം വർദ്ധിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധ ശബ്ദങ്ങൾ അടിച്ചമർത്താൻ ചിലർ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസ പരിഷ്കരണത്തിലൂടെ ചിലർ യുക്തിചിന്ത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായും പിണറായി പറഞ്ഞു. കോഴിക്കോട് യൂണിവേഴ്സിറ്റി സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണത്തെ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. സർവകലാശാലകളെ അധ്യയന കേന്ദ്രീകൃതമാക്കണം, വർഗീയമായ പുറം ഇടപെടലുകളിൽ നിന്ന് സർവകലാശാലയെ മാറ്റാൻ കഴിയണമെന്നും ക്യാമ്പസുകളിലും കരിക്കുലത്തിലും വർഗീയവൽക്കരണം ഉയർന്നുവരുന്നതായും പിണറായി വിജയൻ പറഞ്ഞു. സർവകലാശാലകളെ അധ്യയന കേന്ദ്രീകൃതമാക്കാനാവണം, വർഗീയമായ പുറം ഇടപെടലുകളിൽ നിന്ന് പൂർണ്ണമായും സർവകലാശാലകൾ മുക്തമാവണം. ഉത്തരങ്ങളെ ചോദ്യം ചെയ്തും തിരുത്തിയുമുള്ള മുന്നേറ്റമാണ് നല്ല അധ്യയനം. ഇത്തരത്തിൽ സജീവമാകേണ്ട ക്യാമ്പസുകൾക്ക് പകരം ആ ക്യാമ്പസിൻ്റെ അന്തരീക്ഷം നിർജീവമാകുന്നു എന്ന അവസ്ഥ ഉയർന്നു വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ ആസൂത്രണ നടത്തിപ്പ് സ്ഥാപനങ്ങളിലും അക്കാദമിക് കൗൺസിലിലും ഗവേഷണ സമിതിയിലും ചിലർ പുരോഗമന വിരുദ്ധരെ കൊണ്ട് നിറയ്ക്കുന്നു. സയൻസിനെയും യുക്തിയെയും തറവാടുത്ത ഘോഷണങ്ങൾ കൊണ്ട് പകരം വയ്ക്കാനാണ് നീക്കമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കലാലയങ്ങളിലെ വിദ്യാർത്ഥി അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതുവഴി രഹസ്യ അജണ്ട നടപ്പാക്കാൻ ചിലർ ശ്രമിക്കുന്നതായും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് സർവകലാശാല സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചടങ്ങിൽ പ്രോ വൈസ് ചാൻസലർ കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തുടക്കമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിസോറാം ലോട്ടറി കേരളത്തിൽ വിൽക്കുന്നത് ക്രമവിരുദ്ധമാണെന്നും ഇത് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി തോമസ് ഐസക്. 2016 C&AG റിപ്പോർട്ട് ഇത് ചട്ടവിരുദ്ധമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഇന്നു മുതൽ മിസോറാം ലോട്ടറി വിൽക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വിൽക്കുന്നത് പിടിച്ചെടുക്കാൻ
GST നിയമം അനുസരിച്ച് ആദായനികുതി വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. മിസോറാം സർക്കാരിൻ്റെതായിട്ടൊരു കത്ത് ലഭിച്ചു ചീഫ് സെക്രട്ടറിക്ക്. അത് സ്വീകാര്യമല്ല. അപ്പം CNTG പറയുന്നത് 25 രൂപ കഴിച്ച് ബാക്കി മുഴുവൻ പണവും ഇവരുടെ പോക്കറ്റിലേക്ക്, നടത്തിപ്പുകാരുടെ പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല, ഒരു വലിയ പൊതുക്കൊള്ളയാണ് നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ കേരളം പറഞ്ഞ ആരോപണങ്ങളെ മുഴുവനും CNTG അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ മിസോറാം ലോട്ടറി നിരോധിക്കണം. ഓഗസ്റ്റ് 19 നടക്കുന്ന നായനാർ അക്കാദമി ഫണ്ട് സമാഹരണം വിജയിപ്പിക്കാൻ മുഴുവൻ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും മുന്നോട്ട് വരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. EK നായനാരുടെ സ്മരണയ്ക്കായി കണ്ണൂർ പയ്യാമ്പലത്താണ് സ്മാരകം നിർമ്മിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന വിധത്തിലുള്ള ലൈബ്രറി, മ്യൂസിയം, ഹാൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഒരു സ്മാരകമാണ് നിർമ്മിക്കുന്നത്. ഭരണാധികാരി എന്ന നിലയിലും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവെന്ന നിലയിലും നായനാർ നൽകിയ സംഭാവനകൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകില്ലെന്ന് സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന റബ്ബർ മേഖലയെ അവഗണിച്ച് കേന്ദ്ര സർക്കാർ. വിലത്തകർച്ചയിൽ നട്ടം തിരിയുന്ന കർഷകരെ സഹായിക്കാൻ പദ്ധതികൾ ഒന്നുമില്ലെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. MPമാരുടെ ചോദ്യങ്ങൾക്ക് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി റബ്ബർ മേഖലയോടുള്ള അനിഷ്ടം വ്യക്തമാക്കിയത്. റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് ജൂലൈ 17-നാണ് MPമാരായ ജോയ്സ് ജോർജ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുഹമ്മദ് ഫൈസൽ എന്നിവർ കേന്ദ്ര വാണിജ്യ മന്ത്രിയോട് രേഖാമൂലം 5 ചോദ്യങ്ങൾ ഉന്നയിച്ചത്. വിലത്തകർച്ച നേരിടാൻ സ്വീകരിച്ച മാർഗങ്ങൾ, കർഷകരെ സഹായിക്കാനുള്ള പദ്ധതികൾ, വിലസ്ഥിരതാ പദ്ധതി, റബ്ബർ മേഖലയിലെ പ്രശ്നപഠനം, ദേശീയ റബ്ബർ നയം എന്നിവ ഉൾപ്പെട്ട ചോദ്യങ്ങളായിരുന്നു അവ. ഇപ്പോൾ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നിങ്ങളുടെ സമ്മേളനം ഈ വേദിയിൽ നടക്കുകയാണ്. സ്വാഭാവികമായും നിങ്ങളുടെ തൊഴിൽപരവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ പരസ്പരം ഇവിടെ ചർച്ച ചെയ്തത്. പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ വിഷമങ്ങളുമൊക്കെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുമുണ്ടാകും. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വിഷമങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരമൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും സർക്കാർ സമീപനം എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കും. അതോടൊപ്പം മറ്റൊരു കാര്യം നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും, പോലീസ് എന്നത് ഒരു സാധാരണ തൊഴിൽ വിഭാഗമല്ല എന്നതാണ് ആ കാര്യം. അച്ചടക്കത്തോടെ പ്രവർത്തിക്കേണ്ട ഒരു സേനാ വിഭാഗമാണ്. അപ്പം അതിൻ്റെ തനതായ ചട്ടക്കൂടിനുള്ളിൽ